IT ഇക്കോസിസ്റ്റത്തിലൂടെ ലോക മാർക്കറ്റ് ലക്ഷ്യമിടുന്ന ടാൽഡ്രോപ്പിന്റെ പ്രവർത്തനം ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. GCCയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓഫീസുകൾ തുറക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് ടാൽഡ്രോപ്പ് അറിയിച്ചു. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായി വിദ്യാഭ്യാസം, IT, സ്റ്റാർട്ടപ്പ്, ടൂറിസം മേഖലകളിൽ ഇക്കോസിസ്റ്റങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ് ടാൽഡ്രോപ്പ്. കേരളത്തെ ഹെഡ് ഓഫീസാക്കി ലോകത്തെ 193 രാജ്യങ്ങളെ IT സർവീസുകളിലൂടെ ബന്ധിപ്പിച്ച് ആ രാജ്യങ്ങളെ കേരളത്തിന്റെ മാർക്കറ്റാക്കി മാറ്റുവാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഓഫീസുകളും 140 നിയോജക മണ്ഡലങ്ങളിലും ടെക്കീസ് പാർക്കുകളും 6 കോർപ്പറേഷനുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 941 ഗ്രാമപഞ്ചായത്തുകളിലും ഓപ്പറേഷൻ ഹബ്ബുകളും ടാൽഡ്രോപ്പ് നിർമ്മിച്ചു വരുന്നു. ഇന്ത്യയിലെ മറ്റു 27 സംസ്ഥാനങ്ങളിലെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തലസ്ഥാന നഗരങ്ങളിൽ റീജിയണൽ ഓഫീസുകൾ ഒരുക്കി പ്രൊഡക്ഷൻ സെന്ററുകൾ കണ്ടെത്തിയാണ് ഇന്ത്യയെ പ്രൊഡക്ഷൻ ഹബ്ബാക്കി ലോക മാർക്കറ്റിലേക്ക് ടാൽഡ്രോപ്പ് ചുവടുവെക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 രാജ്യങ്ങളിലാണ് ടാൽഡ്രോപ്പിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് GCCയിൽ വിവിധ പ്രൊജക്ടുകൾ തുടക്കമിടുന്നത്. ടാൽഡ്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബിൽഡ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെയും ബിസിനസ്സുകളുടെയും സർവീസും പ്രോഡക്ട്സും GCCയിലേക്ക് എത്തിക്കുക, അതോടൊപ്പം കേരളത്തെ ഒരു ഹെഡ് ഓഫീസാക്കി ഇന്ത്യ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി വേൾഡ് മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായി GCCയെ ഒരു മാർക്കറ്റായി കണക്കാക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ടാൽഡ്രോപ്പ് ഇപ്പോൾ മുൻതൂക്കം നൽകിയിട്ടുള്ളത്. ടാൽഡ്രോപ്പ് എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റത്തിന്റെ ഡയറക്ടറായിരുന്ന റീംഖാനാണ് ഇപ്പോൾ ടാൽഡ്രോപ്പിന്റെ GCC ഹെഡ്. ഒന്നാം ഘട്ടത്തിൽ മലയാളികളായ ബിസിനസ്സുകാരെ ടാൽഡ്രോപ്പിന്റെ ഇക്കോസിസ്റ്റത്തിൽ കണക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ബിസിനസ് ഓട്ടോമേഷൻ ഉൾപ്പെടെ IT സർവീസുകൾ കേരളത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ലോഞ്ചിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. ടാൽഡ്രോപ്പിന്റെ നൂതന ആശയങ്ങൾക്കൊപ്പം എന്നും കരുത്തായി കൂടെ നിൽക്കുന്ന പ്രവാസി ബിസിനസ് ലോകം GCCയിലെ പുതിയ സ്വപ്ന പദ്ധതികൾക്കൊപ്പവും നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടാൽഡ്രോപ്പ് അറിയിച്ചു. മീഡിയ 1 ദുബായ്.